അഡ്വക്കേറ്റ് രാംകുമാർ സാർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോടതികൾക്ക് പ്രവർത്തനത്തിന് പരിധിയുണ്ട്. കാരണം കോടതി ഇടപെടുന്നത് ഗുരുവായൂർ ദേവസ്വം ആക്ടിൻ്റെയും ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ടിൻ്റെയും പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമാണ്. പലപ്പോഴും ആ പരിധി വിട്ടുകൊണ്ട് കോടതി പ്രവർത്തിക്കാൻ നിർബന്ധിതമായി തീരുകയാണ്. കാരണം നിങ്ങൾ വിശ്വസിക്കില്ല, അങ്ങാടിപ്പുറത്തെ തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തോടനുബന്ധിച്ച് ഒരു സാംസ്കാരിക സമ്മേളനം നടത്താൻ തീരുമാനിച്ചു. അതിനടുത്ത നാട്ടുകാരനായ മന്ത്രി രാജേഷാണ് അതിൽ പങ്കെടുക്കാൻ വെച്ചത്. ഒരു ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൽ യാതൊരു മതപരമായ ബന്ധവുമില്ലാണ്ട് സാംസ്കാരിക സമ്മേളനം നടത്താനുള്ള ചങ്കൂറ്റം അവർക്ക് എവിടെ നിന്നുണ്ടായി? കഴിഞ്ഞ ദിവസം തിരുവിതാംകൂർ ഭാഗത്തൊരു ക്ഷേത്രത്തിൽ വിപ്ലവഗാനം പാടാൻ പ്രത്യേക സംഘത്തെ വിളിച്ചു. ഇതിനുള്ള ധൈര്യം എവിടെ നിന്നുണ്ടായി? ഹൈക്കോടതി ഇടപെട്ടുകൊണ്ടാണ് നിർത്തി. അപ്പോൾ ഇന്നിപ്പോൾ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം ഊർജിതപ്പെടുത്താൻ ചില കക്ഷികൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ബ്രാഞ്ച് കമ്മിറ്റിയൊക്കെ വന്നത്. ഇത് അപകടമാണ്. കാരണം ക്ഷേത്ര വിശ്വാസികളല്ലാത്ത രാഷ്ട്രീയ പ്രവർത്തകർക്ക് ക്ഷേത്രങ്ങൾ വേദിയാക്കുന്നത് വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തും. ക്ഷേത്രങ്ങൾക്ക് ഇന്നും ജനസമിതിയുണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണ് ആ ജനസമിതി തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനാണ് ഈ കുൽസിത മാർഗങ്ങൾ ഉപയോഗിക്കുന്നത്. ചെഗുവരയുടെ ഫോട്ടോ വെച്ച ചടങ്ങുകൾ അമ്പലത്തിൻ്റെ പറമ്പുകളിൽ നടത്തി വിപ്ലവഗാനം ആരോപിക്കുന്ന സമ്പ്രദായം കേരളത്തിൽ വരുന്നത്, ക്ഷമിക്കുന്നത് ഹിന്ദു സമൂഹത്തിൻ്റെ സഹിഷ്ണുത കൊണ്ടാണ്. അത് ബലഹീനതയാണെന്ന് ആരും വിചാരിക്കേണ്ട. പക്ഷേ ഈ ബലഹീനരും ഒരു ഘട്ടത്തിൽ ഒരു പൊട്ടിത്തെറിക്ക് വരും. ആ ഘട്ടമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഘട്ടം യുക്തമായ രീതിയിൽ തിരിച്ചുവിടാൻ ഹിന്ദു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളും നേതൃത്വമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, നിർഭാഗ്യവശാൽ. അഥവാ ഉണ്ടെങ്കിൽ അവർ അതിനു വേണ്ട മുൻകൈ എടുക്കണം. യഥാർത്ഥ രീതിയിൽ വിശ്വാസികളെ, നേരത്തെ എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ, എല്ലാ വിഭാഗത്തിൽപ്പെട്ട വിശ്വാസികളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇനി ഒരിക്കലും ആരാധനാലയങ്ങൾ കൈയിട്ട് വാരലെയും സ്വർണ്ണഖനികളുടെയും കൊള്ളകളുടെയും കേന്ദ്രമാക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുക്കുന്നൊരു സമൂഹം ഇവിടെ ഉണ്ടാകണം. അന്നേ ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവുള്ളൂ. കോടതികളിൽ പരിമിതമായ രീതിയിൽ നിയന്ത്രണമുണ്ട്, ഫലപ്രദമായ രീതിയിൽ നിയന്ത്രണമുണ്ട് എന്ന് ഞാൻ പറയും. പക്ഷേ അത് പോരാ. കാരണം കോടതിക്ക് നിയമത്തിൻ്റെ 4 അതിരുവിട്ട് പ്രവർത്തിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം, അതിന് വിമർശനം ഉണ്ടാവും. ഇവിടെ ഓഡിറ്റ് റിപ്പോർട്ട് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞ് കോടതികളെ വിമർശിച്ച ആളുകളുണ്ട്. പക്ഷേ കോടതികൾ ഇപ്പോൾ വളരെ കാര്യക്ഷമമായി ഈ കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. വളരെ നന്ദിപൂർവ്വം നമുക്കത് സ്മരിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ അതൊരു പരിധിയാണ്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന SIT വെറും പ്രഹസനമാണ്. ശ്രീ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഭരിക്കുന്ന അവസരത്തിൽ ഒരു SIT കാര്യക്ഷമമായ ഒരു അന്വേഷണം നടത്തി അതിലുൾപ്പെട്ട ഉന്നതരിലേക്ക് വിരൽ ചൂണ്ടാൻ മുന്നോട്ട് വരും എന്ന് വിശ്വസിക്കുന്ന വിഡ്ഢികളല്ല കേരളത്തിലെ ആളുകൾ. അതുകൊണ്ട് SIT വെറും പ്രഹസനം മാത്രമാണ്.